ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഗ്യാപ്പ് എടുത്തു അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം എന്ന് പറയാൻ മാത്രം ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എന്നാലും ഇടയ്ക്കും വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഒട്ടും യൂട്യൂബിലേക്ക് വീഡിയോ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, അപ്പോൾ ഞാനിന്ന് ഇതുവരെ പരീക്ഷിക്കാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫല്ല, ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. സാറ്റർഡേയും സൺഡേയും മാത്രമാണ് ഇതേപോലെ ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റാറുള്ളത്. മുമ്പ് എനിക്ക് സാറ്റർഡേയും സൺഡേയോ ബാക്കിയുള്ള ദിവസം തമ്മിൽ ഒരു വ്യത്യാസവും തോന്നാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും പോലെ സാറ്റർഡേയും സൺഡേയും. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റും ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുട്ട റോസ്റ്റ് ഞാനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അത് അൺബോക്സ് ചെയ്തിട്ടാവാം ബാക്കി. ഓർഡർ ചെയ്തത് ഞാനായതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ബോക്സ് പൊട്ടിക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തി പണ്ടെപ്പോഴോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ പണിയും ഞാൻ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കളയാതെ വെച്ചതായിരുന്നു. ഇപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഇത് മുറിക്കാനുള്ള മടി കാരണം ഞാൻ അത് തന്നെ വെച്ചിട്ടായിരുന്നു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനി ഒരടി മുന്നോട്ട് അടക്കാനുള്ള ആവതില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് പുതിയൊരു കത്തി എടുത്തിട്ട് വരാം. വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ ഒരു കത്തീനെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇത് ഞാൻ മീഷോന്ന് എല്ലാവരെയും പോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിനിപ്പോൾ നല്ല മൂർച്ചയുണ്ട്. പക്ഷേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മൂർച്ചം പോകുന്നതായിട്ട് കണ്ടുവെന്ന് എൻ്റെ കസിൻ പറഞ്ഞു. ഞാൻ ഇത് വാങ്ങിയതിന് ശേഷമാണ് ഞാനത് അറിഞ്ഞത്. എനിവേ, ഈ ഒരു കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ടുള്ള കപ്പാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 200 ബിലോവേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് കൊടുക്കാം. അടുത്തത് ഞാൻ പുതിയതായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഒട്ടും സ്കിൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. ഒട്ടും സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ബുക്കൊക്കെ വായിച്ചു. ബുക്ക് മൊത്തത്തിലല്ല, ഒരു 4-5 പേജൊക്കെ വായിച്ചു. അപ്പോഴത്തേക്കും ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി ഇന്നത്തെ ദിവസം. എന്തായാലും എൻ്റെ ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.